അനിൽ അക്കര നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽ അക്കര, ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന വിഷയമാണ് എന്നതിൽ തർക്കമില്ല. ഇവിടെ അലംഭാവമുണ്ടോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന്? അല്ല, തൃശ്ശൂർ കോർപ്പറേഷന്റെ ഈ വിഷയത്തിലെ ഈ വിഷയത്തിലെ ഒന്നാമത്തെ പ്രതി തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെയാണ്. കാരണം നമുക്കറിയാം, തൃശ്ശൂർ ജില്ല എന്ന് പറയുന്ന ഈ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന റോഡാണെങ്കിലും കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന റോഡാണെങ്കിലും പിന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന ചാലക്കുടിയിലെ വിഷയം എല്ലാം ഈ ജില്ലയിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുകയും എല്ലാ റോഡും കേടായി കിടക്കുന്ന സ്ഥിതിയാണ്. ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ സ്ഥിതിയാണെങ്കിൽ അതിനേക്കാളും പരിതാപകരാണ്. പൈപ്പ് ലൈൻ റോഡ്, MG റോഡ്, അതുപോലെ തന്നെ കുറുപ്പൻ റോഡുമായി ബന്ധപ്പെട്ട് പുതിയ റോഡ് നിർമ്മിച്ചത് എല്ലാം ഗുരുതരമായ സാങ്കേതിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വഴികളായി നിർമ്മിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ജില്ലയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പിന്നെ സ്വരാജ് റൗണ്ടിൽ നിന്നും ഇറങ്ങി MG റോഡ് കടന്ന് കളക്ട്രേറ്റിലേക്ക് പോകുന്ന റോഡ്. ഈ കുഴിയേക്കാൾ അപ്പുറത്ത് വലിയ കുഴി അപ്പുറത്ത് പടിഞ്ഞാറക്കോട്ട എന്ന് പറയുന്ന കളക്ട്രേറ്റ് റോഡിൽ വളരെ മോശമായ രീതിയിൽ, ഞാൻ ഇന്നലെ വണ്ടിയുമായി പോകുന്ന നേരത്തെ എന്റെ വണ്ടി അതിനകത്ത് വീണതാണ്, കാറ്. അത്രയും മോശമായ രീതിയിൽ എല്ലാ സ്ഥലത്തും കുഴികൾ കിടക്കുകയാണ്. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രത്യേകത കോൾലാൻഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശമാണ്. 1.5 മീറ്റർ സമുദ്രത്തിൽ താഴെയാണ്. പ്രളയത്തിന് ശേഷം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായ പ്രദേശമാണ്. അപ്പൊ അതിനൊക്കെ പരിഹരിക്കാൻ റീബിൽഡ് കേരളയിൽ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നതാണ്. ഇതൊന്നും ഇവർക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മുന്നൊരുക്കം എന്ന രീതിയിൽ, മഴക്കാലത്തിന് മുന്നൊരുക്കം എന്ന രീതിയിൽ റോഡുകൾ ടാർ ചെയ്യാനോ മെയിൻ്റെനൻസ് ചെയ്യാനോ കാനകൾ വൃത്തിയാക്കാനോ ഒന്നും കഴിയാതിരിക്കുന്ന സാഹചര്യമാണ്. 1-2 ദിവസം, ഇന്നും നാളെയും കഴിഞ്ഞാൽ ഈ ജില്ലയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ പട്ടണത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ വെള്ളത്തിലടിയാൻ പോകുന്ന ഒരു സമയമാണ്. ഒന്നും ചെയ്യാതെ, മുന്നൊരുക്കങ്ങളൊന്നും നടത്താതെ ടൂറുകൾ മാത്രമായി പോയ ഒരു കോർപ്പറേഷൻ മേയറും ഒരു ഭരണസമിതിയാണ് തൃശ്ശൂർ കോർപ്പറേഷനകത്തുള്ളത്. അതിന്റെ ഫലം സാധാരണക്കാരെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് മാറി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരു മുൻകരുതലും മഴക്കാലം ഓരോ വർഷവും ഉണ്ടാവുന്നതല്ലേ, ഓരോ വർഷവും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. മുന്നൊരുക്കം നിലയിൽ ഈ വർഷം മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, തെരഞ്ഞെടുപ്പോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ തൃശ്ശൂർ പൂരത്തിന്റെ തലേ ദിവസമാണ് തിരുവമ്പാടി അമ്പലത്തിന്റെ മുന്നിലെ റോഡ് പോലും പുറത്ത് അറിയുന്നത്. അത്രയും അനാസ്ഥ ഈ കോർപ്പറേഷന്റെ ഭാഗത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ ഇവിടെ തന്നെ ഇതിനു മുൻപ് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അല്പസമയം മുൻപ് അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ തത്സമയം കേൾക്കുകയായിരുന്നു. ശ്രീ അനിൽ അക്കര, ഇന്ന് ഒരു യുവാവിന്റെ ജീവനെടുത്തു. സ്കൂട്ടർ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചതാണ്. ഒരു ബസ്സിനടിയിലേക്ക് പോയി മറിഞ്ഞ് അപ്പോൾ തന്നെ ആ യുവാവ് മരിച്ചു. അമ്മ ചികിത്സയിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് പലതവണ ഇത് കൗൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി എന്നൊക്കെയാണ് നേരത്തെ പ്രതിഷേധിച്ച BJP കോൺഗ്രസ് അംഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാകാം ഇങ്ങനെയൊക്കെ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് MG റോഡ് എന്ന് പറയുന്നത്. ആ MG റോഡിന്റെ വികസനം ഒരു ഇഞ്ച് പോലും വർഷങ്ങളായി, 10 വർഷമായി തൃശ്ശൂർ കോർപ്പറേഷൻ നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പൊ അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നിരവധി ഫണ്ടുകൾ വന്നതാണ്, സംസ്ഥാന ഗവൺമെന്റ് നിരവധി ഫണ്ടുകൾ വന്നതാണ്. കോർപ്പറേഷൻ തന്നെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ലോകബാങ്കിന്റെ സഹായവും ധനകാര്യ കമ്മീഷൻ ഫണ്ടുകളൊക്കെ വന്നതാണ്. ഒരു ഇഞ്ച് പോലും ഈ MG റോഡ് വികസിപ്പിക്കാൻ ഇവർ കഴിഞ്ഞില്ല. മറ്റ് ജില്ലകളിലെ മറ്റ് കോർപ്പറേഷനുകളിലെ മറ്റ് സ്ഥലങ്ങളൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് 4 വരിയാക്കിയിട്ട് എത്ര മനോഹരമായി ഫുട്പാത്തുകൾ നിർമ്മിച്ചുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് റോഡുകൾ, പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ MG റോഡ് വീതി കൂട്ടാനോ അല്ല ഗതാഗതം കൃത്യമായ രീതിയിൽ പോകാൻ ക്രമീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു അപകടം മാത്രമല്ല, നേരത്തെയും 2-3 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇത് കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥ കൊണ്ട് മാത്രമാണ് MG റോഡിന്റെ വികസനം ഇങ്ങനെ നടത്താൻ കഴിയാതെ പോകുന്നതും മരവിച്ചിരിക്കുന്നതും യാഥാർത്ഥ്യമാണ്. തൃശ്ശൂർ കഴിഞ്ഞ് ഈ പറയുന്ന 2 കിലോമീറ്റർ സ്വരാജ് റൗണ്ടിൽ നിന്നും പടിഞ്ഞാറക്കോട്ട വരുന്ന ഈ പ്രദേശം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 4 വരിയാക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞു. പക്ഷെ ഈ പ്രധാനപ്പെട്ട ഈ ഭാഗം 4 വരിയാക്കാനോ അവിടുത്തെ പ്രധാനപ്പെട്ട നെക്കുകൾ മാറ്റാനോ ഒന്നും കഴിയാതിരിക്കുകയാണ്. കാനകളില്ല, ഫുട്പാത്തുകളില്ല, ഒന്നും ചെയ്യാൻ. ആ കോട്ടപ്പുറത്തെ റെയിൽവേ ഓവർബ്രിഡ്ജ് കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്? ഇതൊരു രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം മാത്രമല്ല. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷനകത്തെയും തൃശ്ശൂർ ഔട്ടറുള്ള തൃശ്ശൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് തന്നെയാണിത്. ഇതിന് ഈ കോർപ്പറേഷൻ MG റോഡിനോട് കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരായി കടുത്ത രീതിയിൽ നമ്മൾ അടിയന്തരമായി പാർട്ടി യോഗം ചേർന്ന് അതിന്റെ തീരുമാനങ്ങൾക്കും അല്ലാത്ത രീതിയിൽ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിനകത്ത് നിയമപരമായ നടപടി സ്വീകരിക്കണമെങ്കിൽ നിയമപരമായ തന്നെ നടപടി സ്വീകരിക്കും. ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരണമെങ്കിൽ ആ തലത്തിലേക്കും ഇത് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. വളരെ നന്ദി ശ്രീ അനിൽ അക്കര പ്രതികരിച്ചതിന്.